ഭരണാധികാരികൾ കണ്ണു തുറന്നോളണം. വഖഫ് ബോർഡ് ആർക്കല്ലെന്നാണോ? വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ? വഖഫ് ബോർഡിൽ ഓരൊറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയമില്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഓരോറ്റൊന്നിന് വോട്ട് കിട്ടിയത് കേട്ടോ. കുഞ്ഞുങ്ങളെ സഹായിക്കാത്ത ഓരോറ്റൊന്നിനും വോട്ട് കൊടുക്കുന്നു. വേറൊന്നും പറയാനില്ല. ഓരോ പുതിയ ആൾ പോണേ നമ്മളേതാണ് കാണാൻ. നമ്മക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണോ? ജനങ്ങളെ മനസ്സിലാക്കണോ? മലപ്പുറത്തുണ്ടായിട്ടൊന്ന് കുട്ടിപ്പടിയിലൊരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ദിക്കും സ്ഥലത്തൊക്കെ തെളിഞ്ഞു നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള് ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കിയാണ്. അതിന്റെ പണി നിങ്ങൾ ഈ കൂടിയ ആളുകൾ കൊള്ളാണ്ടെന്നാ പറഞ്ഞാൽ പോരാ. എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാ ഞാൻ പറയുന്നത്. നമ്മക്കാരെയും പേടിയില്ല. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ച ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ ദുനിയാവിനോട് നിലകൊള്ളുന്നില്ല. അതുകൊണ്ട് ഹക്കിന്റെ മനുഷ്യർ ഹക്കുമല്ല അടി ഉറച്ചു നിൽക്കണം എപ്പോഴും. ആ നിരക്ക് അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. എന്നാൽ നമ്മക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ ഒരുത്തം പേടിച്ചാൽ സർവ്വസാധു ഓരോ പേടിക്കും. ഓരോരുത്തരെ പേടിക്കേണ്ടി വരില്ല. അങ്ങനല്ലേ ചരിത്രം അന്ന് മുതൽ നിന്നുവരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. ഓരോ അവലപ്പാമ്പ് കൊണ്ടും പേടിക്കണ്ട. ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇണങ്ങേറുകൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹാബത്തും നബിയും എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും പദവിപ്പോയോ? കഷ്ണം കഷ്ടമാക്കി മുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ? അവർ നിലവേശം പേടിച്ചോ? ഇല്ല. നമ്മളും അതുപോലെ തന്നെ ഉറച്ചു